ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ മാമൻ്റെ കുട്ടീൻ്റെ ബർത്ത്ഡേക്ക് പോവുകയാണ്. ഈ ഒരു ഗിഫ്റ്റാണ് നമ്മൾ അവന് വാങ്ങിക്കുന്നത്. അപ്പോൾ ഇത് പൊട്ടിക്കുമ്പോൾ കാണാം കേട്ടോ. പിന്നെ ഈ വീഡിയോ കാണുന്ന എല്ലാവരും സൈഡിലാണ് ലൈക്ക് ബട്ടണിൽ ഒന്ന് ബ്ലൂ ആക്കി കൊടുക്കുക. അതുപോലെ തന്നെ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഫസ്റ്റ് തന്നെ കയറി ചെന്നപ്പോൾ ഒരു റേബോനെ കിട്ടി. മുട്ടായി തന്ന കവർ കൊടുത്തപ്പോൾ ആളെ നെറ്റിമൊന്ന് തൊട്ടപ്പോൾ ആളെ പിന്നെ കാണാനില്ല. പിന്നെ കേക്ക് വന്ന് കേക്ക് കട്ട് ചെയ്യാനുള്ള തയ്യാറെടുപ്പായി. പിന്നെ കേക്ക് കട്ട് ചെയ്തിട്ട് മൂത്ത ആൾക്കാർക്ക് ആദ്യം കൊടുത്തു. പിന്നെയാണ് ഇച്ച് തന്നത്. പിന്നെ ഓൻ്റെ അനിയത്തിക്ക് കൊടുത്തു, അല്ലെങ്കിൽ അവിടെ ബദർ യുദ്ധാകരം. പിന്നെ ഓരോ പീസ് കേക്കുകൾ നമുക്ക് തരാൻ തുടങ്ങി. അതിന്റെ ഇടയിൽ കൂടി മറ്റേ കുരിപ്പ് പിന്നെയും വന്നു. വീണ്ടും നിങ്ങളോ? പിന്നെ ബർത്ത്ഡേക്ക് അല്ലേ ഗിഫ്റ്റ് ഒക്കെ കൊടുക്കണ്ടേ. അപ്പൊ എല്ലാവരുടെ പരിപാടിയും തുടങ്ങി. നമ്മളൊരു ഗിഫ്റ്റും കൊടുത്തു. പിന്നെ ഗിഫ്റ്റ് വിളിച്ചുമ്പോൾ നമ്മുടെ എന്താ കൊടുത്തതെന്ന് കാണിച്ചു തരാറില്ലേ. ഈ ഒരു പേഴ്സാണ് നമ്മൾ കൊടുത്തത്. അവന്റെ പേര് എഴുതിയിട്ടുള്ള ഒരു പേഴ്സാണ് കേട്ടോ. അങ്ങനെ പിന്നെ അവിടുത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് പിന്നെ ഹോട്ടലിലായി പരിപാടി പെരിന്തൽമണ്ണ റോയൽ പ്ലാസ. അപ്പൊ റേബോട്ട് അവിടെ എത്തിക്കണു. സോ ഇതിനെ നമ്മൾ കൊടുക്കുന്നത് കൊട്ടോട്രഷലാണ്. പിന്നെ ബർത്ത്ഡേക്കാരന്റെ ഒരു നാണം കണ്ടോ. അങ്ങനെ ഉള്ളിൽ കയറി കുടുംബസമേതത്തിൽ കയറി. നമ്മൾ പീക്കിരികളൊക്കെ ബേഷന്റെ അടി കൂടി കയറി സീറ്റ് പിടിച്ചു. പിന്നെ ഫുഡ് ഓർഡർ ചെയ്ത ഓർമ്മയുള്ളൂ, സാധനം എത്തി. ഞങ്ങൾക്ക് കുറച്ച് പേര് ഹണി അൽഫാമാണ് ഓർഡർ ചെയ്തത്. അപ്പൊ എല്ലാവരും യുദ്ധത്തിനുള്ള പുറപ്പാടായിക്കണു. ഇനി നമ്മൾ മെയിൻ ആയിട്ടുള്ള ഫുഡ് കഴിക്കുന്നത് എങ്ങനെ കാണിച്ചു തരാം. ഞാനാണെങ്കിൽ ഫ്രൈഡേസും അതിന്റെ ഒപ്പം ഹണി അൽഫാമാണ് പറഞ്ഞിരുന്നത്. എന്റെ പൊന്നോ നല്ല ടേസ്റ്റ് ഉണ്ട്. ഹണി അൽഫാമിൽ ഹണി ഓവർ ആയിരുന്നു. ആദ്യമൊക്കെ ഭയങ്കര ടേസ്റ്റ് തോന്നും, പിന്നെ പിന്നെ മടുത്ത് വരും ഇങ്ങനെ. അപ്പൊ ഇത് നമ്മുടെ കസിനാണ്. ഇവൻ മന്തിന്റെ ആളാണ്. ഓന്റെ മോന്റെ വീഡിയോ എടുത്താലേ നമ്മളെ അക്കൗണ്ടൊക്കെ ആക്കിയെന്നാണ് ഓൻ പറയുന്നത്. ഇനി കുറച്ച് ദിവസത്തേക്ക് എന്നെ കണ്ടിട്ടില്ലെങ്കിൽ ഓൻ ആക്കിയതാ എഴുതിയാൽ മതി. ബർത്ത്ഡേക്കാരന് പൊലി വഹിക്കണു. ഇത് ബർത്ത്ഡേക്കാരന്റെ താത്ത. കജ്ജമ്മക്ക് ആരോ അടിച്ചതാന്നൊക്കെ പറയുന്നത്. തല്ലൂടാൻ പോയപ്പോ രണ്ടര കിട്ടിയിരിക്കണു. പിന്നെ ആ വൈക്ക് പോയിട്ടില്ല എന്നാ പറയുന്നത്. അപ്പൊ പിന്നെ സൽമാൻ ഖാൻ വന്നിട്ടുണ്ട്. അപ്പൊ എന്നത്തെയും മാറി നമ്മൾ എങ്ങനെ തിന്നാന്ന് ആളെടുത്ത്. അപ്പൊ വേറെന്തോ സംസാരത്തിന്റെ ഇടയിൽ ആള് പറയുന്നത് അംസല ഫ്ലവർ. അതൊരു കേട്ടേക്കിന് എന്റെ മറ്റേ കസിനെ നല്ല ഊക്കി വിട്ടുക്കണു. ഒരു കയ്യബദ്ധം നാറ്റിക്കരുത്. ആ സങ്കടത്തിൽ ചിക്കൻ തിന്നനാപ്പ ഈ കാണുന്നത്. പിന്നെ കുറച്ച് മയോണൈസ് എടുക്കാൻ നോക്കിയതാ. അതിന് വ്യക്തിപരമായിട്ടുള്ള കുറച്ച് വാക്കുകളുണ്ട്, അത് ഞാൻ ഇപ്പൊ പറയുന്നില്ല. തീറ്റ കഴിഞ്ഞപ്പോ കിളി പോയ അണ്ണാന്റെ മാതിരിയപ്പോ ഇരിക്കണത്. അങ്ങനെ കജ്ജും കേക്ക് എല്ലാവരും പെരേക്കര് വിട്ടു.